നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രശസ്തമായ കൊല്ലം വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മകരപ്പൊങ്കാല നടന്നു. പൊങ്കാലയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പൊങ്കാല മഹോത്സവം ക്ഷേത്രം മേൽശാന്തി മനോജ് തിരുമേനി, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ജയചന്ദ്രൻ പിള്ള, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രത്നകുമാരി, സെക്രട്ടറി വി ഹരികുമാർ, വൈസ് പ്രസിഡന്റ് രാഹുൽ, ജോയിന്റ് സെക്രട്ടറി സുന്ദരേശൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം മേൽശാന്തി മനോജ് തിരുമേനി, കീഴ്ശാന്തി ബിനുകുമാർ എന്നിവർ പൊങ്കാലയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. പൊങ്കാലയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം നടന്നു. ക്ഷേത്രോപദേശക സമിതി രക്ഷാധികാരി ശശിധരൻ നായർ, അംഗങ്ങളായ രാജു, രാജേഷ് PR, ദീപ, അശ്വതി, അനിത, അഖിൽ UK തുടങ്ങിയവരും മാതൃസമിതി പ്രസിഡന്റ് സരോജം, സെക്രട്ടറി വിനീത എന്നിവരും നേതൃത്വം വഹിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, വെളുന്നല്ലൂർ. വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉപദേവിയായ ദേവിയുടെ മകരപ്പൊങ്കാല ദിവസമാണിന്ന്. രോഹിണി ഉത്സവത്തിന്റെ മുന്നോടിയായി ആദ്യമായി നടക്കുന്ന ചടങ്ങാണ് മകരമാസത്തിലെ മകരപ്പൊങ്കാല. അത് ഇവിടെ വന്ന് എല്ലാ ഭക്തർക്കും മകരപ്പൊങ്കാലയിട്ട് സായുജ്യം കൊണ്ടാൻ അതോടുകൂടി രോഹിണി മഹോത്സവത്തിന്റെ വയൽവാണിഭവും തുടക്കമാവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേജർ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉച്ചാര മഹോത്സവവുമായി ബന്ധപ്പെട്ട് മാടനൂട്ട്, അടുത്തതായിട്ടുള്ള ചടങ്ങ് മാടനൂട്ടാണ്. അത് ഫെബ്രുവരി 9-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ശിവരാത്രി ദിനം രാവിലെ മൃത്യുഞ്ജയ ഹോമം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ ചടങ്ങ് ശിവരാത്രിയുടെ അന്നാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ രോഹിണിയുമായി ബന്ധപ്പെട്ട് മലഞ്ചുഴിയിൽ പൊങ്കാല. അത് കഴിഞ്ഞ് രോഹിണി മഹോത്സവത്തിന്റെ തുടക്കമായി. ഏപ്രിൽ 1 മുതൽ 8-ാം തീയതി വരെയാണ് രോഹിണി മഹോത്സവം നടക്കുന്നത്. കലണ്ടറിൽ രോഹിണി എന്ന ദിവസം 3-ാം തീയതിയാണ് കലണ്ടറിലുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി, കാരണം പഞ്ചാംഗത്തിലെല്ലാം 3-ാം തീയതി രോഹിണി കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രോഹിണി 2-ാം തീയതിയാണ്, കാർത്തിക 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി തുടങ്ങി 8-ാം തീയതി നമ്മുടെ രോഹിണി മഹോത്സവം അവസാനിക്കും. നമ്മുടെ തൃക്കൊടിയേറ്റ് മഹോത്സവം ഏപ്രിൽ 22 തുടങ്ങി മെയ് 1-ന് അവസാനിക്കും. തൃക്കൊടിയേറ്റ് ഏപ്രിൽ 22-നും തിരുവാറാട്ട് മെയ് 1-നുമാണ് നടക്കാൻ പോകുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിൽ സ്നേഹപൂർവ്വം വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 9-ാം തീയതിയാണ് ക്ഷേത്രത്തിലെ വളരെ വിശേഷമായ മാടനൂട്ട്. ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു ദേവനാണ് മാടൻ, പുതുത്താൻ മാടൻ എന്ന ദേവൻ. അത് ആ ശിവന്റെ കിങ്കരനായിട്ടാണ് അറിയപ്പെടുന്നത്. രോഹിണി മഹോത്സവമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട ഒരു ദേവനാണ് മാടൻ. അദ്ദേഹമാണ് ഇവിടെ വരുന്ന നാട്ടിൽ വരുന്ന ഉരുക്കളെ സംരക്ഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം. എന്നാൽ അദ്ദേഹത്തിന് ഈ ഉരുക്കളെ ഭക്ഷിക്കാനുള്ള ഒരു താല്പര്യവുമുണ്ട്. അത് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ പരമശിവൻ അദ്ദേഹത്തിന് ജോലി കൊടുക്കും. വള്ളത്തിന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ജോലിയാണ് കൊടുക്കുന്നത്. അപ്പോൾ വള്ളത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് എപ്പോഴും ജോലി കൊണ്ടുവന്ന വെള്ളം കളഞ്ഞു പോവുകയാണ്. അങ്ങനെ അവസാനം 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ വിഷമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം അടിച്ചെടുത്തിട്ട് ഒരു പശുവിനെ, ഒരു കാളെ, ഒരു ഗുരുവിനെ കൊല്ലും എന്നൊരു ഐതിഹ്യം പണ്ടേ നിലവിലുള്ളതാണ്. അപ്പോൾ അത്രത്തോളം മഹാത്മ്യമുള്ള ഒരു ദേവനാണ് മാടൻ. അദ്ദേഹത്തിന്റെ മാടനൂട്ട് വളരെ പ്രശസ്തമാണ്. വളരെ ഭക്തജനങ്ങൾക്ക് അവിടെ മാടനൂട്ട് പങ്കെടുക്കുന്നതും അതിൽ പങ്കുചേർന്ന് അതിനൊരു ഭാഗമായി മാറുന്നതും അവരുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്.